രാമേന്ദ്ര സാറേ, കരിവന്നൂർ ബാങ്ക് തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള കേസ് വീണ്ടും സജീവമായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം മുൻ എം പി ആയിട്ടുള്ള ബിജുവിനെ ചോദ്യം ചെയ്തു. ഇന്നലെ ജില്ലാ സെക്രട്ടറി വർഗീസിനെ ചോദ്യം ചെയ്തു. ജില്ലാ കമ്മിറ്റി ഓഫീസിൻ്റെ ഫണ്ട് മരവിപ്പിക്കുന്ന ഒരവസ്ഥയുണ്ട്. ജില്ലാ കമ്മിറ്റി ഓഫീസിൻ്റെ ഫണ്ട് സുതാര്യവും ടാക്സ് കൊടുക്കുന്നതും അല്ലെങ്കിൽ ഇത്തരത്തിൽ 6 കോടി രൂപ ഒരു ബാങ്കിൽ കള്ളപ്പണമാണെങ്കിൽ നിക്ഷേപിക്കാൻ പറ്റത്തില്ല എന്നാണ് ജില്ലാ സെക്രട്ടറി പറയുന്നത്. അതിനകത്തൊരു വാസ്തവമുണ്ട്. ഡെയിലി ക്രയവിക്രയത്തിന് ജില്ലാ കമ്മിറ്റിയുടെ ഫണ്ട് ഉപയോഗിക്കുന്നുമുണ്ട്. അപ്പോൾ ജില്ലാ കമ്മിറ്റിയുടെ ഫണ്ട് ഉൾപ്പെടെ ഇലക്ഷൻ സമയത്ത് ജില്ലാ കമ്മിറ്റിയുടെ ഫണ്ട് അവിടുത്തെ സ്ഥാനാർത്ഥികൾക്കൊക്കെ വേണ്ടി ഉപയോഗിക്കേണ്ടി വരും. അപ്പം തൃശ്ശൂർ CPMൻ്റെ പ്രവർത്തനത്തെ ഇല്ലായ്മ ചെയ്യുന്നു അല്ലെങ്കിൽ നിശ്ചലമാക്കുന്നതിന് വേണ്ടി ED ഉപയോഗിക്കുന്നു എന്ന് പറയുന്നതിനകത്ത് അർത്ഥമുണ്ടോ, അല്ലെങ്കിൽ അർത്ഥമില്ലേ? ഒരർത്ഥവും ഇല്ല. എന്താണെന്ന് വെച്ചാൽ ഇത് തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് തുടങ്ങിയ ഈ അന്വേഷണമൊന്നുമല്ല. ഇത് കുറേ നാളായി ഈ കരിവന്നൂർ ബാങ്കിൻ്റെ അന്വേഷണം നടക്കുന്നു. ആ അന്വേഷണമായിട്ട് ബന്ധപ്പെട്ട് പലപ്പോഴും ഹാജരാകാനായിട്ട് ED ഇവരോട് ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. ഈ MM വർഗീസ് ജില്ലാ സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇത് രാഷ്ട്രീയമായി ഞങ്ങൾ നേരിടും എന്ന് പറഞ്ഞിട്ട്, എങ്ങനെയാണ് ഈ ക്രിമിനൽ കേസിനെയൊക്കെ രാഷ്ട്രീയമായിട്ട് നേരിടുന്നത്? രാഷ്ട്രീയമായിട്ട് നേരിടുന്നത് നമ്മൾ ആശയങ്ങളെയാണ്, അതല്ലാതെ ഈ ബോംബുണ്ടാക്കി നേരിടുക എന്നൊക്കെ പറയുന്ന പോലത്തെ പരിപാടികൾ തന്നെയാണ്. അന്വേഷണത്തിന് വിളിച്ചു കഴിഞ്ഞാൽ ചെന്ന് നമ്മൾ നിരപരാധികളാണെങ്കിൽ കാര്യങ്ങൾ പറയുന്നതിൽ എന്താണ് തെറ്റ്? അപ്പോൾ വർഗീസിന് നേരത്തെ പോയി ഇത് പറയാമായിരുന്നു. ഇപ്പോൾ PK ബിജു വന്നു, വർഗീസും വന്നു. അത് പാർട്ടി അനുവദിച്ചിട്ടാണ്. പാർട്ടി പറഞ്ഞാൽ ഞങ്ങൾ ചെയ്യുള്ളൂ എന്നാണല്ലോ അവർ പറയുക. അപ്പോൾ പാർട്ടി പറഞ്ഞു, തെരഞ്ഞെടുപ്പാണല്ലോ, ജനങ്ങൾക്ക് സംശയം തോന്നണ്ട എന്നുള്ളത് കൊണ്ടാണ് ഹാജരാകാൻ പറഞ്ഞത്. അങ്ങനെ വർഗീസും ബിജുവും ഹാജരായി കഴിഞ്ഞപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ദിവസം മുഴുവൻ ചോദ്യം ചെയ്യുകയാണല്ലോ. പറഞ്ഞ കാര്യങ്ങൾ പലതും പൊരുത്തപ്പെടുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഇത് ED ഈ MM വർഗീസ് ഏപ്രിൽ 2-ാം തീയതി തൃശ്ശൂരിൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ജില്ലാ കമ്മിറ്റി ഓഫീസിൻ്റെ താഴെ തന്നെയാണ് ബാങ്ക് ഓഫ് ഇന്ത്യ ബ്രാഞ്ച്. ജില്ലാ കമ്മിറ്റിക്ക് സൗകര്യപ്രദമായിട്ട് അത്തരം ആ ബ്രാഞ്ചിൽ അക്കൗണ്ട് എടുത്തേക്കുന്നു. അതെ. അപ്പോൾ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആ ബ്രാഞ്ചിൽ നിന്ന് 6 കോടി രൂപയോളം ഉണ്ടായിരുന്ന അക്കൗണ്ട്, അതിൽ നിന്ന് ഏപ്രിൽ 2-ാം തീയതി MM വർഗീസ് 1 കോടി രൂപ വിത്ഡ്രോ ചെയ്തത്, പിൻവലിച്ചത് ED നേരത്തെ തന്നെ ശ്രദ്ധിച്ചിരുന്നു. EDയുടെ നിരീക്ഷണത്തിലാണല്ലോ ഇതൊക്കെ. അവിടെ ഒരു അക്കൗണ്ട് ഉണ്ട് എന്നുള്ളതൊക്കെ EDക്ക് അറിയാം. അപ്പോൾ ചോദ്യം ചെയ്ത് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലേ ശരിയാവുള്ളൂ. അപ്പോൾ MM വർഗീസിന് ആ ഉറവിടം വെളിപ്പെടുത്താനായിട്ട് ഒക്കുന്നില്ല. ആ 6 കോടി രൂപ എവിടെ നിന്ന് വന്നു, ആര് കൊടുത്തിട്ടാണ്, എങ്ങനെയാണെന്നൊക്കെ ഉള്ളത്. അപ്പോൾ പാർട്ടി സാധാരണഗതിയിൽ പാർട്ടിയുടെ വാദം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടേതെല്ലാം സുതാര്യമാണ്, കണക്കൊക്കെ ശരിയാണ്. പക്ഷേ EDയുടെയോ നമ്മളുടെയോ ഒക്കെ സംശയം എന്താണെന്ന് വെച്ചാൽ ഇവർ ഇലക്ഷൻ കമ്മീഷന് കണക്ക് കൊടുക്കുന്നില്ല എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. ഞാനും കണ്ടിട്ടുണ്ട് ഇലക്ഷൻ കമ്മീഷൻ്റെ കണക്ക്. ഞാൻ 2022-23 CPM യെച്ചൂരി ഒപ്പിട്ട് കൊടുത്ത കണക്ക് കഴിഞ്ഞ ദിവസം കണ്ടു ഇലക്ഷൻ കമ്മീഷന്. അത് ഒരുപാട് പേര് പൈസ കൊടുത്ത കാര്യങ്ങൾ, അതായത് 20,000 രൂപയ്ക്ക് മുകളിലുള്ളത് മുഴുവൻ ഇലക്ഷൻ കമ്മീഷനെ അറിയിക്കണം എന്നുണ്ട്. അതുകൊണ്ട് പാർട്ടി ലെവി പിരിച്ചിട്ടായിരിക്കും. ഉദാഹരണത്തിന് ജോൺ ബ്രിട്ടാസ് 13 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട്. ശിവദാസൻ എന്ന് പറഞ്ഞ MP 13 ലക്ഷം രൂപ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇളമരം കരിയും കുറച്ചുകൂടി 25 ലക്ഷം രൂപയുടെ അടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഓരോരുത്തരുടെയും ഞാൻ നോക്കി. അതിലാണ് ഈ മുത്തൂറ്റ് 25 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട്. കിറ്റക്സ് 30 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട്. അത് ആ കണക്കിൽ ഞാൻ കണ്ടു. അപ്പോൾ കിറ്റക്സ് സാബു തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞു, കാരണം അദ്ദേഹം BRSന് 25 കോടി രൂപ സംസ്ഥാന കമ്മിറ്റി കൊടുത്ത കണക്കാണോ സാറി പറയുന്നത്? അതെ, പാർട്ടിക്ക് കൊടുത്ത കണക്ക്. യെച്ചൂരി അത് ഓരോരുത്തരും ഓൺലൈൻ എങ്ങനെയൊക്കെ തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇലക്ഷൻ കമ്മീഷൻ ബോധിപ്പിച്ച ആ യെച്ചൂരി ഒപ്പിട്ട കടലാസ് ഞാൻ കണ്ടതെന്നാണ് പറഞ്ഞത്, ഓർമ്മയെന്ന് പറയുന്നതാണ്. അപ്പോൾ സാബു കിറ്റക്സിൻ്റെ, അപ്പോൾ സാബു കഴിഞ്ഞ ദിവസം പറഞ്ഞു BRSന് 25 കോടി രൂപ കൊടുത്തത് എന്താണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ, ഇവിടുന്ന് ഓടിച്ചപ്പോൾ അവിടെ സംരക്ഷണം നൽകിയ ആളുകളാണ് BRS. അപ്പോൾ അവർക്ക് 25 രൂപ കൊടുത്തു. എന്നിട്ട് സാബു പറഞ്ഞിരുന്നു, രാജീവ് പലതവണ വന്ന് ചോദിച്ചത് കൊണ്ടാണ് 30 ലക്ഷം രൂപ കൊടുത്തതെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. സംഗതി ശരിയാണ്, 30 ലക്ഷം രൂപ കൊടുത്തു എന്ന് കണക്കിലുണ്ട്. രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസ് തിരുവനന്തപുരത്തെ, അങ്ങനത്തെ കമ്പനികളൊക്കെ കൊടുത്ത കണക്കുകളൊക്കെ അതിൻ്റെ അകത്തുണ്ട്.
ഇവർ കണക്ക് കൊടുക്കുന്നില്ല എന്നൊന്നും നമ്മളാരും പറഞ്ഞിട്ടില്ല. ഇഡിക്കും അങ്ങനെ വാദമില്ലല്ലോ. കാരണം കണക്ക് ഇലക്ഷൻ കമ്മീഷന് അവർ ബോധിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ആ കണക്കിലില്ലാത്ത അക്കൗണ്ടുകൾ കേരളത്തിൽ നിലനിൽക്കുന്നു. കരുവന്നൂർ ബാങ്കിലും ഇപ്പോൾ ബാങ്ക് ഓഫ് ഇന്ത്യയിലും ഒക്കെ ആയിട്ട് ആ ബാങ്കിലെ അക്കൗണ്ടുകളെ പറ്റി യെച്ചൂരി ഇലക്ഷൻ കമ്മീഷന് കൊടുത്ത ഈ കണക്കിൽ ഒപ്പിട്ട് കൊടുത്ത കണക്കിൽ അല്ല, അതിനകത്ത് CPM ജില്ലാ കമ്മിറ്റി പറയുന്ന വാദത്തിനകത്ത് ശകലം ശരിയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓരോ ജില്ലാ കമ്മിറ്റിക്കും തനതായ ഫണ്ടുണ്ട്. അത് ഏരിയ കമ്മിറ്റികൾ പിരിച്ചെടുക്കുന്ന ഫണ്ടാണ്. ഇത് ഒരു ഏരിയ കമ്മിറ്റി, ചില ജില്ലാ കമ്മിറ്റികളുടെ കീഴിൽ 10 ഏരിയ കമ്മിറ്റി, 12 ഏരിയ കമ്മിറ്റി, അത് തൃശ്ശൂർ പോലെ ഉള്ളിടത്ത് എനിക്ക് തോന്നുന്നു 10-ൽ കൂടുതൽ ഏരിയ കമ്മിറ്റികൾ കാണും. ഒരു ഏരിയ കമ്മിറ്റി ഒരുപക്ഷെ ഒരു ഫണ്ട് പിരിക്കുന്ന സമയത്ത് ഏരിയ കമ്മിറ്റിയുടെ വിഹിതമായിട്ട് 10, 15, 20, അതായത് ജില്ലാ കമ്മിറ്റിയെ തീരുമാനിക്കും. ഇത് കൊടുക്കുന്ന ഫണ്ട് വന്നാൽ തന്നെയും 5, 6 കോടി രൂപ ഒരു കൊല്ലം ഫണ്ട് വരും CPMന്. ആ ഫണ്ട് ഞാനീ പറയുന്നത് സുതാര്യമല്ലാത്ത പണമാണെങ്കിൽ നാഷണലൈസ് ബാങ്കിൽ അക്കൗണ്ടിൽ നിക്ഷേപിക്കാൻ ഒക്കത്തില്ല സർ. അത് ടാക്സ് കൊടുക്കുന്നതും ഈ നിരീക്ഷണമൊക്കെ ഉണ്ടാവുമെന്നുള്ളത് ബോധ്യമുള്ള നേതാക്കന്മാർ തന്നെയാണല്ലോ. ഡെയിലി ക്രയവിക്രയം, ജില്ലാ കമ്മിറ്റിയുടെ ക്രയം. അപ്പം ED അന്വേഷിക്കുന്ന കേസിനകത്ത് ചില സംശയങ്ങൾ ഉള്ളതിൻ്റെ പേരിൽ ഈ അക്കൗണ്ട് ക്ലിയർ ആവുന്നിടം വരെ തടഞ്ഞു വെക്കുന്ന കാരണമാണ് ED പറഞ്ഞിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് പാർട്ടിയെ ഉപദ്രവിക്കാൻ ഉതകുന്ന തരത്തിലാണ്. ഈ ഒരു കാരണം പറഞ്ഞിട്ട് ജില്ലാ കമ്മിറ്റി ഓഫീസിലെ ഫണ്ട് ഈ ഇലക്ഷൻ സമയത്ത് ഫണ്ട് തടഞ്ഞു വെച്ചാൽ ഇലക്ഷന് വേണ്ടി ഫണ്ട് ഉപയോഗിക്കണ്ടേ? ജില്ലാ കമ്മിറ്റിയുടെ അല്ല, ഈ ബാങ്ക് ഓഫ് ഇന്ത്യയിലെ അക്കൗണ്ട് എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റാൻഡ് അലോൺ ആയിട്ട് കരുതരുത്. കരുവന്നൂർ ബാങ്കിലെ അക്കൗണ്ടുകൾ എന്ന് പറയുന്നില്ലേ, 25ഓളം അക്കൗണ്ടുകൾ എന്ന് പറയുന്നില്ലേ, ആ അക്കൗണ്ടുകളിലെ പണവും ഈ പണവും ഒക്കെ തമ്മിൽ ബന്ധിപ്പിച്ചിട്ടാണ് അന്വേഷണം നടക്കുന്നത്. അല്ലാതെ ബാങ്ക് ഓഫ് ഇന്ത്യയിലെ പണം എന്നുള്ളത് മാത്രം വെച്ചിട്ടല്ല. ഈ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അക്കൗണ്ടുകളൊക്കെ ഓഡിറ്റ് ചെയ്ത് എവിടുന്ന് കിട്ടി, എങ്ങനെ കിട്ടി, കാരണം അതിന് കണക്കുണ്ടല്ലോ. പാർട്ടിയുടെ ദേശീയ അംഗീകാരത്തിൻ്റെയൊക്കെ പ്രശ്നം കിടക്കുകയാണ്. ഈ പാർട്ടിയുടെ അക്കൗണ്ടുകൾ ഇപ്പോൾ കോൺഗ്രസിൻ്റെതും മരവിപ്പിച്ചിട്ടുണ്ട്. കോൺഗ്രസിൻ്റെതും മരവിപ്പിച്ചത് എന്താണെന്ന് വെച്ചാൽ, അതായത് ഒരു പാർട്ടിയുടെ അക്കൗണ്ടുകൾക്ക് ഇളവുകൾ കൊടുക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? ഇൻകം ടാക്സ് കൊടുക്കേണ്ടതില്ല. അത് ഇൻകം ടാക്സിൻ്റെ ഇളവുണ്ടെങ്കിൽ അതിന് ചില കണ്ടീഷൻസ് ഉണ്ട്, ഉപാധികൾ. ആ ഉപാധികളൊക്കെ പാലിച്ചിരിക്കണം. ആ ഉപാധികൾ പാലിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഇൻകം ടാക്സ് നോക്കുന്നത്. അല്ല, ഈ കോൺഗ്രസ് രാജൻ സാർ പറഞ്ഞ പോലെ കോൺഗ്രസിൻ്റെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചിട്ടുണ്ട്. അത് ഇതുമായിട്ട് തുലം ചെയ്യാൻ ഒക്കത്തില്ല. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ സോണിയാഗാന്ധിയുടെയും അല്ലെങ്കിൽ നെഹ്റു കുടുംബത്തിൻ്റെയും ഒരു തോന്നലെന്ന് പറഞ്ഞാൽ എക്കാലവും ഞങ്ങൾ ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കും, അതിനകത്ത് നിയമങ്ങൾ ഞങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത്, അപ്പോൾ അതിന് ടാക്സ് അടക്കേണ്ടി വരത്തില്ല. കാരണം ഇപ്പോൾ അടയ്ക്കാത്ത ടാക്സ് അല്ല, സീതാറാം യെച്ചൂരി കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിട്ട് ഇരുന്നപ്പോൾ കാലം തൊട്ടുള്ള കണക്കേ നോക്കിയിട്ടുള്ളൂ. അന്ന് തൊട്ട് ടാക്സ് അടയ്ക്കാനുണ്ട്. അതായത് കോൺഗ്രസ് ഒരു കാര്യവും നിയമപരമായിട്ട് ഈ രാജ്യത്ത് നടത്തിക്കൊണ്ട് പോകുന്ന പാർട്ടിയല്ല. പക്ഷേ ഇത് ഇൻകം ടാക്സിന് അറിയാവുന്ന അക്കൗണ്ടാണ്. പിന്നെ കരുവന്നൂർ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട ഇടപാടുകൾ ഇതിനകത്ത് നടന്നു എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടി അക്കൗണ്ട് ഫ്രീസ് ചെയ്തു. അതെ, അതിലൊന്നും തെറ്റില്ലല്ലോ. അത് ഇൻകം ടാക്സ് സാധാരണ ചെയ്യുന്ന കാര്യങ്ങളാണല്ലോ. അത് കള്ളപ്പണം ആണോ എന്ന് നോക്കാനുള്ള അവകാശവും ഇൻകം ടാക്സിനുണ്ടല്ലോ. അതെ, അതൊക്കെ അങ്ങ് അനുവദിച്ചേക്കുക. അല്ല, അത് ജില്ലാ സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത് അക്കൗണ്ടബിളാണ്, ഞങ്ങൾ ടാക്സ് കൊടുത്തിരിക്കുന്ന പൈസയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻകം ടാക്സ് കൊടുത്തിട്ടൊന്നുമില്ല പ്രശാന്ത്. കാരണം എന്താന്ന് വെച്ചാൽ രാഷ്ട്രീയ കക്ഷിയുടെ ഫണ്ടുകൾക്ക് ഇൻകം ടാക്സ് ഇളവുണ്ടല്ലോ. അപ്പോൾ ആ ഇളവുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ പാലിച്ചിരിക്കണം. അതാണ് 20,000 രൂപയിൽ കൂടുതൽ കിട്ടിയതിൻ്റെയൊക്കെ കണക്ക് യെച്ചൂരി കൊടുത്തിരിക്കുന്നത്. അങ്ങനെ യെച്ചൂരി കൊടുത്തതിൻ്റെ അകത്ത് ഈ അക്കൗണ്ടുകളെ പറ്റി കരുവന്നൂരിലെയോ ബാങ്ക് ഓഫ് ഇന്ത്യയിലെയോ അക്കൗണ്ടുകളെ പറ്റി പറഞ്ഞിട്ടില്ല. ഞങ്ങൾക്കിത് ഇത്രയും ബാക്കി നിൽക്കുന്നുണ്ട് എന്നുള്ളത് അറിയിക്കണമായിരുന്നു. ഇത്രയേ ഉള്ളൂ. അത് ചിലപ്പോൾ ഒരു ഔചിത്യമോ മര്യാദയോ ഒക്കെ ആയിരിക്കാം. അങ്ങനെ അറിയിക്കാത്തപ്പോൾ അതേപ്പറ്റി സംശയം വരുന്നതിൽ തെറ്റില്ല. രാമചന്ദ്രൻ, എനിക്കൊരു സംശയം ചോദിക്കാനുണ്ട്. എനിക്ക് അറിവില്ലായ്മ കൊണ്ട് ഞാൻ ചോദിക്കുന്നത്, ഈ സംസ്ഥാനത്തിൻ്റെ ആണല്ലോ നമ്മൾ സംസ്ഥാന കമ്മിറ്റിയുടെ ഫണ്ടാണല്ലോ യെച്ചൂരി കൊടുത്തിരിക്കുന്നത്, കണക്ക് കൊടുത്തിരിക്കുന്നത്. സംസ്ഥാന കമ്മിറ്റിയുടെ മാത്രമല്ല, അല്ല, ദേശീയ കമ്മിറ്റിയുടെ. അതായത് മൊത്തത്തിൽ പാർട്ടിക്ക് വന്നിട്ടുള്ള പൈസ അത് കേരളത്തിൽ നിന്ന് ആളുകൾ കൊടുത്ത ഇൻഡിവിജ്വൽസ്. ഞാൻ ചോദിക്കുന്ന ചോദ്യം കേട്ടോ. അപ്പോൾ ദേശീയ കമ്മിറ്റി ഇലക്ഷൻ കമ്മീഷന്
ഫണ്ടിൻ്റെ അല്ലെ പൈസയുടെ കണക്ക് കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് ആ കമ്മിറ്റിയുടെ മാത്രം അല്ലെങ്കിൽ ദേശീയ കമ്മിറ്റിയുടെ കയ്യിലിരിക്കുന്ന പൈസയുടെ മാത്രം കണക്കാണോ കൊടുക്കേണ്ടത്, അതോ മൊത്തവും കേരളത്തിലുള്ളതും അല്ലെങ്കിൽ ഇന്ത്യയിൽ മൊത്തം ഉള്ള എല്ലാവരുടെയും പൈസയുടെ കണക്ക് കൊടുക്കണം? മൊത്തം പാർട്ടിക്ക് കിട്ടിയ കണക്കാണ്. 20,000 രൂപയെ കൂടുതൽ കിട്ടിയ കണക്കാണ് കൊടുത്തിരിക്കുന്നത്. ആ തുടക്കം തന്നെ പറയുന്നുണ്ട്. അത് കേരളത്തിലെ ചില വ്യക്തികളില്ലേ, വ്യക്തികൾ കൊടുത്തിട്ടുള്ള 30,000 രൂപ, 40,000 രൂപ, 1,00,000 രൂപയൊക്കെ അതിൻ്റെ അകത്തുണ്ട് പ്രശാന്ത്. 50,000 രൂപയൊക്കെ ഉണ്ട്. അപ്പം 20,000-ന്റെ മുകളിലുള്ള എല്ലാ കണക്കും അതിൻ്റെ അകത്തുണ്ട്. ചില സ്വകാര്യ ആളുകളൊക്കെ ഇല്ലേ, വ്യക്തികൾ, ഇൻഡിവിജ്വൽസ്, അവർ കൊടുത്തിരിക്കുന്ന കണക്ക് വരെ അതിൻ്റെ അകത്തുണ്ട്. അപ്പൊ ഇ ഡി പറയുന്നതിനകത്ത് കാര്യമുണ്ട്. ഈ കണക്ക് കൊടുക്കേണ്ടതാണെങ്കിൽ അതെ അതെ. അപ്പൊ പിന്നെ ഈ കണക്കും ആരൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് 20,000-ന്റെ മുകളിൽ നിന്നുള്ളത്? ഞാൻ പറഞ്ഞില്ലേ, ആ ഇളവിന്, ഇൻകം ടാക്സ് ഇളവിന് ചില ഉപാധികൾ വെച്ചിട്ടുണ്ട്. അത് പിന്നെ 2,000 രൂപയിൽ കൂടുതലോ മുകളിലുള്ളതൊക്കെ ചെക്കായിട്ട് മേടിക്കണം. അങ്ങനെയൊക്കെ ഉണ്ട് നിയമം. ഇതിൽ ചിലത് ഓൺലൈനായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. ആ കണക്കൊക്കെ യെച്ചൂരി പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഈ രാമേന്ദ്രൻ ടെക്സ്റ്റൈൽസ് തിരുവനന്തപുരത്ത് നിന്നൊക്കെ, അത് ചെറിയ എമൗണ്ട് ആയതുകൊണ്ടാണ് ഞാൻ പറയാത്ത 25,000 രൂപയോ അങ്ങനത്തെയൊക്കെയാണ്, 1,00,000 രൂപ, അങ്ങനെ പല കണക്കും ഉണ്ട്. കുറച്ച് വലുതാണ് ഞാൻ ഈ പറഞ്ഞ ബ്രിട്ടാസ് കൊടുത്തു എന്നൊക്കെ പറയുന്ന 13 ലക്ഷമൊക്കെ. അത് 20,000-ന്റെ മുകളിലുള്ള സകല ആളുകൾ കൊടുത്തതും ആ യെച്ചൂരിയുടേതിൽ നമ്പർ ഇട്ടിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് കാണിക്കാവുന്നതാണ്, അവൈലബിൾ ആണ്, എൻ്റെ കയ്യിലും ഉണ്ടത്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ കരുവന്നൂർ ബാങ്കിനെ സംബന്ധിച്ചിട്ടുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് കാര്യങ്ങൾ ഇ ഡി നേരത്തെ തന്നെ അക്കാര്യത്തിലൊക്കെ ചെയ്തിട്ടുണ്ട്. കരുവന്നൂർ ബാങ്കിൽ ഈ വ്യാജ അക്കൗണ്ടുകളിൽ നിന്ന് ഇപ്പോൾ ഇ ഡി പറയുന്നതും അങ്ങനെ ഞങ്ങൾക്ക് വ്യാജമൊന്നുമില്ല എന്ന് സർക്കാർ മറ്റേ പാർട്ടി പറയുന്നതുമായിട്ടുള്ള 25 അക്കൗണ്ടൊക്കെ കണ്ടല്ലോ. അത് കഴിഞ്ഞപ്പോൾ ഇ ഡി റിസർവ് ബാങ്കിനോട് പറഞ്ഞിട്ടുണ്ട്, ഇത് ഈ ബാങ്ക് ഏറ്റെടുക്കുന്നതിനെ പറ്റി ആലോചിക്കണം. ഈ ബാങ്ക് മാത്രം മറ്റ് സഹകരണ ബാങ്കുകളിലും ഇത്തരം അക്കൗണ്ടുകൾ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് റിസർവ് ബാങ്ക് എന്നിട്ട് കേന്ദ്ര സഹകരണ വകുപ്പിനോട് അത് സംബന്ധിച്ച് എഴുത്തുകുത്തുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അത് സംബന്ധിച്ച കാര്യങ്ങൾ ഒരു ബാങ്കിലാണെന്നൊന്നും ഇ ഡിക്ക് തോന്നുന്നില്ല, കരുവന്നൂർ ബാങ്ക് മാത്രമാണെന്നൊന്നും തോന്നുന്നില്ല. പിന്നെ 2023 നവംബർ 30 കണക്കനുസരിച്ചിട്ട് തൃശ്ശൂരിൽ 17 അക്കൗണ്ടുകൾ, ഈ കരുവന്നൂർ ബാങ്ക് അല്ലാതെ പല ബാങ്കുകളിലായിട്ട് 17 അക്കൗണ്ടുകൾ ഉള്ളതായിട്ട് ഇ ഡി കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ അങ്ങനെ 17 അക്കൗണ്ടുകളിൽ വേറെ 1.73 കോടി രൂപ കാണുന്നുണ്ട്. അതിൽ തന്നെ 63.98 ലക്ഷം രൂപയുടെ സ്ഥിരം നിക്ഷേപമുണ്ട്. കഴിഞ്ഞ 10 വർഷത്തെ കണക്ക് ഇ ഡി എടുക്കുന്നുണ്ട്. 10 വർഷത്തിൽ 25 കോടി രൂപയുടെ ഇടപാട് നടന്നതായിട്ട് കണക്കാക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ ഈ പറഞ്ഞ ഇത്രയും കണക്ക് ഇലക്ഷൻ കമ്മീഷനെ അറിയിച്ചിട്ടില്ല. ഇലക്ഷൻ കമ്മീഷനെ അറിയിക്കാത്തത് ജനപ്രാതിനിധ്യ നിയമം 29C അതിൻ്റെ ലംഘനമാണ്. ജനപ്രാതിനിധ്യ നിയമം 29C അനുസരിച്ചിട്ട് ഇലക്ഷൻ കമ്മീഷനെ അതാത് വർഷം ഈ നിക്ഷേപങ്ങൾ, സ്ഥിര നിക്ഷേപം ആളുകൾ തന്നതൊക്കെ നമ്മൾ അറിയിച്ചു കൊണ്ടിരിക്കണം. അത് അറിയിച്ചിട്ടില്ല. ജനപ്രാതിനിധ്യ നിയമത്തിൻ്റെ ലംഘനമാണ്. ഈ പൈസ കൊണ്ട് പാർട്ടിക്ക് സ്ഥലം മേടിച്ചിട്ടുണ്ട്, കെട്ടിടം മേടിച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് ഈ ഇൻകം ടാക്സും ഇങ്ങനത്തെ നിയമങ്ങളുടെയൊക്കെ ലംഘനം നടന്നിട്ടുള്ളത് കൊണ്ട് പാർട്ടിയുടെ അംഗീകാരം പിൻവലിക്കണമെന്ന് ഇ ഡി ഇലക്ഷൻ കമ്മീഷനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പം രാംദാസ് സാർ പറഞ്ഞത് കണക്ക് വെച്ച് നോക്കുമ്പം ഈ കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ട്. 100 കോടി രൂപയുടെ സംശയിക്കും 100 കോടി രൂപയുടെ സാമ്പത്തിക തിരിമറി കേരളത്തിൽ ആകമാനം ചർച്ച ചെയ്ത ഒരു ബാങ്കാണ് കരുവന്നൂർ ബാങ്ക്. ഈ കരുവന്നൂർ ബാങ്കിൽ 100 കോടി രൂപ ചർച്ച ചെയ്യുമ്പോൾ തന്നെ കേരളത്തിലുടനീളമുള്ള സഹകരണ ബാങ്കുകളിൽ ഇത്തരം കള്ളപ്പണം ഉണ്ടെന്നും ആ കള്ളപ്പണം ചില വ്യക്തികളുടെ താല്പര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ള അലിഗേഷൻ വരുന്നുണ്ട്. അത് കോൺഗ്രസിൻ്റെ പേരിൽ ഭരിക്കുന്ന ബാങ്കിൽ വരുന്നുണ്ട്, BJPയുടെ പേരിൽ ബാങ്കുകളില്ല, ഏതോ ഒരു ബാങ്കിൻ്റെ BJP ഭരണസമിതി ഉള്ള ബാങ്കിൻ്റെയും വന്നിട്ടുണ്ട്. അപ്പം
കേരളത്തിലുടനീളമുള്ള സഹകരണ ബാങ്കുകൾ കള്ളപ്പണം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഓരോ വീടുകൾ കയറി സഹകരണ ബാങ്കിൻ്റെ ഒരു ഭരണസമിതിയും അതിൻ്റെ അവസ്ഥയൊക്കെ സാറിനറിയില്ല. ഇപ്പോൾ സാറ് പ്രസിഡൻ്റ് ആണെങ്കിൽ ആ ബാങ്കിൽ ഫണ്ട് കുറവാണെങ്കിൽ നമ്മുടെ ആ പ്രദേശത്തുള്ള സാധാരണക്കാരനെ കണ്ട് 50,000 ഇടിക്കും, 1 ലക്ഷം. ഇപ്പോൾ സാറിൻ്റെ ഒരു വ്യക്തി സ്വാധീനം വെച്ച് അങ്ങനെയാണ് ഫണ്ട് സ്വരൂപിക്കുന്നത്. ഈ പണം, ഈ പാവം പിടിച്ചവർ കഷ്ടപ്പെട്ട പണം, അല്ലെങ്കിൽ ആൾക്കാരെ വിശ്വസിച്ച് സഹകരണ സ്ഥാപനങ്ങളിൽ ഇട്ട പണം കൊള്ളയടിച്ച് ആരായാലും അവർ ശിക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. ആ സാധാരണക്കാരൻ്റെ പണം കൊള്ളയടിച്ചവരെ നമുക്ക് വെള്ളപൂശേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ED അതിൻ്റെ മറവിൽ CPMനെ ഉപദ്രവിക്കുന്ന ഉണ്ടെങ്കിൽ മാത്രം അതും തെറ്റാണ്. അപ്പം കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട് കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടെങ്കിൽ അത് വർഗീസ് ആയാലും ബിജു ആയാലും CPMൻ്റെ ഏത് നേതാവായാലും അല്ലെങ്കിൽ ആര് തന്നെയായാലും അവരെല്ലാം ശിക്ഷിക്കപ്പെടണം. അതെ, ഇതിലിപ്പോ PK ബിജു അന്വേഷണ കമ്മീഷൻ അംഗമായിരുന്നു. അദ്ദേഹമായിരുന്നു അന്വേഷണ കമ്മീഷന്റെ കൺവീനർ. അതായത് പാർട്ടിയുടെ കാര്യങ്ങൾ പാർട്ടി നോക്കുമല്ലോ. അപ്പോൾ പാർട്ടി കരുവന്നൂർ ബാങ്കിന് അന്വേഷണ കമ്മീഷനെ വെച്ചു. സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള PK ബിജു കൺവീനർ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള PK ഷാജൻ തൃശ്ശൂർ നഗരസഭയുടെ സ്ഥിരം സമിതി അധ്യക്ഷനുമാണ്. ഈ PK ഷാജനെയും കൂടി വെച്ചിരുന്നു. അവർ രണ്ടുപേരും കൂടി അന്വേഷിച്ചു. ആ അന്വേഷണ റിപ്പോർട്ട് EDയുടെ കയ്യിലേക്ക്, പാർട്ടിയിൽ പലതരം വിഭാഗീയത കാണുമല്ലോ, ആ അന്വേഷണ റിപ്പോർട്ട് EDയുടെ കയ്യിലുണ്ട്. ആ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങളും കൂടി, അന്വേഷണ റിപ്പോർട്ട് EDയുടെ കയ്യിലുള്ളത് പാർട്ടിക്ക് അറിയില്ലായിരുന്നു. കഴിഞ്ഞ ദിവസം PK ബിജുവിനെ ചോദ്യം ചെയ്യുമ്പോഴാണ് സാധനം ഉണ്ട് എന്നുള്ളത് മനസ്സിലാകുന്നത്. അപ്പോൾ ഇത് നേരത്തെ ഇതുമൊക്കെയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള K ജിജോർ എന്ന് പറഞ്ഞൊരു ഇടനിലക്കാരനുണ്ട്. ഇടനിലക്കാരനെ ചോദ്യം ചെയ്തിരുന്നു. അദ്ദേഹം അന്ന് എനിക്ക് പരിചയമുള്ള ഒരാളോട് മറ്റേ ഉപദേശമൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ അറിയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞാക്കാനും പറഞ്ഞിരുന്നു. അപ്പോൾ ജിജോർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഇതിൽ വേളപ്പായ സതീശൻ എന്ന് പറഞ്ഞ ആളുണ്ടല്ലോ, സതീശൻ്റെ ഒരു സഹോദരനുണ്ട് ശ്രീജിത്ത്. ഈ ശ്രീജിത്തിൻ്റെ അക്കൗണ്ടിൽ നിന്ന് ബിജു പറഞ്ഞിട്ട് ഈ ജിജോർ 5 ലക്ഷം രൂപ പിൻവലിച്ചതായിട്ട് ജിജോർ മൊഴി കൊടുത്തിട്ടുണ്ട് ED. അതുകൊണ്ടാണ് ബിജുവിനെയൊക്കെ വിളിക്കുന്നത്, PK ബിജുവിനെയൊക്കെ. അപ്പോൾ PK ബിജുവിനും ഈ കരുവന്നൂരിലേക്ക് അക്കൗണ്ടിനെ പറ്റിയിട്ടുള്ള ധാരണയുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല PK ബിജു അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൻ്റെ ഉള്ളിലല്ലാതെ ഈ വേളപ്പായ സതീശനുമായിട്ട് വളരെ അടുപ്പമുള്ളൊരു സ്ഥലത്ത് ബംഗ്ലാവ് എടുത്ത് താമസിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞ ആരോപണമുണ്ട്. അത് EDക്കും അറിവുണ്ട് അതിനെ പറ്റിയിട്ട്. അതിൻ്റെ വാടക ആരാ കൊടുത്തതെന്നൊക്കെ ഉള്ളതൊക്കെ വളരെ സംശയാസ്പദമാണ്. അപ്പോൾ ബിജുവിന് പോലും ഈ സതീശനുമായിട്ട് സതീശനുമൊക്കെ ആയിട്ട് ബന്ധമുണ്ട് എന്നുള്ള സംശയങ്ങളുണ്ട്. പിന്നെ മൊയ്തീൻ്റെ വളരെ അടുപ്പക്കാരനായിട്ടുള്ള പ്രതീഷ് എന്ന് പറഞ്ഞ ആളാണ് ഓഫീസ് സെക്രട്ടറി. നേരത്തെ ആരോപണം വന്നിട്ടുള്ളത്. അതെ, പ്രതീഷാണ് ഓഫീസ് സെക്രട്ടറി. പ്രതീഷ് സാധാരണഗതിയിൽ 50,000-ൽ കുറവ് തുകകളാണ് നിക്ഷേപിച്ചുകൊണ്ടിരുന്നത്. കാരണം 50,000-ൻ്റെ മുകളിലാണെങ്കിൽ നമ്മൾ മറ്റേ പാൻ കാർഡ് നമ്പറൊക്കെ കൊടുക്കണം. അപ്പോൾ 50,000-ന് താഴെയാണെങ്കിൽ അത് വേണ്ട. അങ്ങനെയാണ് ഈ പണമൊക്കെ നിക്ഷേപിച്ചതെന്നൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ ഈ പ്രതീക്ഷ തന്നെയാണ് ജില്ലാ കമ്മിറ്റി മിനിറ്റ്സൊക്കെ എഴുതിക്കൊണ്ടിരുന്നതുമൊക്കെ, മൊയ്തീൻ്റെ അടുപ്പമുള്ള ആൾ. അപ്പോൾ അതുകൊണ്ട് അന്വേഷണ റിപ്പോർട്ടും കയ്യിലുണ്ട്. പാർട്ടി അന്വേഷണത്തിൽ എന്തൊക്കെ കണ്ടുപിടിച്ചു എന്നുള്ളത് പോലും EDക്കറിയാം. അതുകൊണ്ട് സംശയാസ്പദമായ പല കാര്യങ്ങളും ഇതിൻ്റെ അകത്തുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ED ഇത്രയും ചെറിയ നടപടിയിലേക്കൊന്നും അല്ല പോയിരിക്കുന്നത്. റിസർവ് ബാങ്കിനെ അറിയിച്ചിട്ടുണ്ട്, റിസർവ് ബാങ്ക് കേന്ദ്ര സഹകരണ വകുപ്പിനെ അറിയിച്ചിട്ടുണ്ട്, ഇലക്ഷൻ കമ്മീഷനോട് ഇത്തരം ലംഘനങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളതുമൊക്കെ അറിയിച്ചിട്ടുണ്ട്. എന്നിട്ട് ഹാജരാകാതിരുന്നത് കൊണ്ടാണ് വീണ്ടും സമൻസ് അയച്ച് ഇപ്പോൾ വിളിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ അന്വേഷണം അതിൻ്റെ വഴിക്ക് നടക്കുന്നതാണ് നല്ലത്. കാരണം പാർട്ടിയുടെ ഭാഗത്ത് ഒരു ഇരട്ടത്താപ്പ് വന്നിട്ടുണ്ട്. അവർ മറ്റേ ബോണ്ടിൻ്റെ കാര്യത്തിൽ ഒരു നിലപാടെടുത്തിരുന്നു. പക്ഷെ ബോണ്ട് മറ്റു പാർട്ടികൾക്ക് കൊടുത്തിട്ടുള്ള കമ്പനികളിൽ നിന്ന് തന്നെ ഇവർ സ്വന്തമായി പൈസ മേടിച്ചിട്ടുണ്ട് എന്നുള്ളതും ഇപ്പോൾ പൊതുമണ്ഡലത്തിൽ അറിയപ്പെടുന്ന കാര്യമാണ്. അപ്പോൾ പാർട്ടി സുതാര്യമാണെങ്കിൽ പാർട്ടി അന്വേഷണ കമ്മീഷനുകൾക്ക് മുമ്പിൽ അത് തെളിയിച്ചോട്ടെ. അപ്പോൾ നമുക്ക് ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. കള്ളപ്പണം അല്ലെങ്കിൽ പാവം പിടിച്ചവൻ്റെ പണം ആര് മുട്ടിച്ചാലും അത് ഏത് പാർട്ടിക്കാരനായാലും അവൻ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. അന്വേഷണം അതിൻ്റെ സത്യസന്ധമായ രീതിയിൽ നടക്കട്ടെ. അതുമാത്രം പറഞ്ഞ് നമ്മൾ അവസാനിപ്പിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.
ബെൽബട്ടനും അമർത്തുക.